ഈ കുട്ടി കൈകൾ ഉയർത്തി തന്റെ മൈൻഡ് പവർ യൂസ് ചെയ്ത് കുറച്ചു ദൂരത്തിൽ നിൽക്കുന്ന മലയെ നീക്കാൻ ശ്രമിക്കുന്നു. അവിടെ കൂടി നിന്നവരെല്ലാം അവനെ കളിയാക്കി ചിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഭൂമി ഷെയ്ക്കാവാൻ തുടങ്ങുന്നു. മലയും അനങ്ങുന്നു. ചേട്ടൻ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഭൂമി കൂടുതൽ വയലന്റ് ആയി ഷേക്കാവുന്നു. ബിൽഡിംഗ്സ് എല്ലാം തകർന്നു വീഴാൻ തുടങ്ങുന്നു. ജനങ്ങളെല്ലാം പാനിക് ആവുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. പെട്ടെന്ന് ഭൂമി കുലുക്കം സ്റ്റോപ്പ് ആവുന്നു. അവൻ അതിശയത്തോടെ തന്റെ കൈകളിലേക്ക് നോക്കുന്നു. ഇത് സത്യമാണെന്ന് അവൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേസമയം ആളുകൾ ആ മലയിലേക്ക് നോക്കുന്നു. അത് കുറച്ച് നീങ്ങിയിരിക്കുന്നു. കുറച്ചുപേർ അത് തികച്ചും യാദൃശികമാണെന്ന് പറയുന്നു. കുറച്ചുപേർ ആ കുട്ടിക്ക് സൂപ്പർ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അവനൊരു കുഞ്ഞു സെലിബ്രിറ്റിയായി മാറുന്നു. ഈ വിഷയം ന്യൂസ് പേപ്പറിലും വരുന്നു. ഒരു ദിവസം അവന് വൈറ്റ് ഹൌസിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവന്റെ സഹായം ചോദിക്കുന്നു. ഇതവന് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നു. അവൻ കടൽക്കരയിലേക്ക് വന്ന് ജപ്പാന്റെ നേരെ തന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവനിത് ചെയ്യുന്നത് അവന്റെ അച്ഛന് വേണ്ടിയാണ്. അച്ഛൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. അവിടെ വെച്ച് ശത്രു സൈന്യം അദ്ദേഹത്തെ പിടിക്കുന്നു. അവൻ വൈദികനോട് സഹായം ചോദിക്കാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹമാണ് നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്ത് അച്ഛനെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞ ആത്മവിശ്വാസം നൽകിയത്. അതുകൊണ്ട് അവൻ എല്ലാ ദിവസവും കടൽക്കരയിലേക്ക് വന്ന് തന്റെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ വീണ്ടും ഒരു അത്ഭുതം കാണിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അവൻ വീണ്ടും കടൽക്കരയിലേക്ക് വരുമ്പോൾ അവനെ കണ്ട് അവിടെയുണ്ടായിരുന്നവർ എക്സൈറ്റഡ് ആവുന്നു. അവർ അവനെ വിളിച്ച് ഒരു അജ്ഞാത ശക്തി ജപ്പാനെ ആക്രമിച്ചതായും യുദ്ധം അവസാനിക്കാൻ പോകുന്നതായും പറയുന്നു. ആ അജ്ഞാത ശക്തി ലിറ്റിൽ ബോയ് എന്ന് കോഡ് നെയിം എഴുതിയ ഒരു അറ്റോമിക് ബോംബാണ്. ഈ വാർത്ത കേട്ട് അവൻ എക്സൈറ്റഡ് ആവുന്നു. അച്ഛൻ വേഗം തന്നെ തിരിച്ചു വരുമെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷെ അവന്റെ അമ്മ ഹാപ്പി അല്ല. കാരണം അമേരിക്കയാണ് ആ ആറ്റോമിക് ബോംബ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് സൈന്യം അമേരിക്കൻ തടവുകാരെ എല്ലാം ഷൂട്ട് ചെയ്യുന്നു. ഒരു സോൾജർ ഇക്കാര്യം വീട്ടിലറിയിച്ചതും അമ്മ ഹൃദയം തകർന്ന് കരയുന്നു. അച്ഛന്റെ ഫ്യൂണറൽ ദിവസം അവൻ ഭയങ്കരമായി കരയുന്നു. അവന് വൈദികനോട് ദേഷ്യം തോന്നുന്നു. അതിനുശേഷം അവൻ വീണ്ടും ആ കടൽക്കരയിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ അവിടേക്ക് സന്തോഷത്തോടെ ഓടി വരുന്നു. എന്നിട്ട് അവനെ എടുത്തുയർത്തുന്നു. കാരണം അവൻ വീണ്ടും ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സൈനികൻ അദ്ദേഹത്തിന്റെ ഷൂ ഊരി തന്റെ കാലിലിടുന്നു. ജപ്പാൻ സൈന്യം അയാളെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ മെഡിക്കൽ ടീം അച്ഛന്റെ നെയിം ടാഗ് അയാളുടെ ബോഡിയിൽ കണ്ട് അത് അദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവസാനം അവൻ തന്റെ അച്ഛനെ കാണുന്നു.